തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് വമ്പൻ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. തമിഴ്നാട് ബി.ജെ.പി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി വിടുമെന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. ചൊവ്വാഴ്ച ഡൽഹിയിലെത്തിയ അദ്ദേഹം ബി.ജെ.പി നേതാക്കളെ കാണും. സംസ്ഥാനത്ത് പുതിയ ജനകീയ മുന്നേറ്റത്തിന് തുടക്കമിടാൻ ഒരുങ്ങുകയാണ് അണ്ണാമലൈ എന്നാണ് വിവരം. ജന്മദിനമായ ജൂൺ 4 ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന സൂചന കൂടി പുറത്തേക്ക് വരുന്നു. ദീർഘകാലമായി ബി.ജെ.പി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു അണ്ണാമലൈ. അതേസമയം കോയമ്പത്തൂർ ജില്ലയിൽ അണ്ണാമലയുടെ ചിത്രം പതിച്ച ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഭയമില്ലാത്ത മനസ്സുകൾക്ക് അതിരുകളില്ല എന്ന അടുക്കുറിപ്പോടുകൂടിയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതോടെ അണ്ണാമലൈ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹവും ഉയർന്നിരിക്കുകയാണ്. ബി.ജെ.പിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം കോയമ്പത്തൂരിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ അണ്ണാമലൈ വിദേശത്താണ് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഏറെ നാളായി അണ്ണാമലയും ബി.ജെ.പി നേതൃത്വവും തമ്മിൽ വലിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അണ്ണാ-ഡി.എം.കെക്ക് ബി.ജെ.പി അധ്യക്ഷനായി തമിഴ്നാട് അധ്യക്ഷനായി അണ്ണാമലൈ തുടരുന്നത് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അണ്ണാമലയെ ആ സ്ഥാനത്ത് നിന്നും ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നീക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞില്ല എന്ന് മുതിർന്ന ബി.ജെ.പി നേതാക്കൾ അടക്കം തമിഴ്നാട്ടിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയ വിമർശനങ്ങൾക്കൊടുവിൽ അണ്ണാമലയെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് കേന്ദ്ര നേതാക്കൾ നീക്കുകയായിരുന്നു. ഇതോടുകൂടി കേന്ദ്ര നേതൃത്വവുമായി അണ്ണാമലയെ അകന്ന് കഴിയുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഇപ്പോൾ ബി.ജെ.പി വിട്ട് പുതിയൊരു പാർട്ടിയുമായി അണ്ണാമലൈ രംഗത്ത് വരാൻ പോകുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. അണ്ണാമലൈ ആരാധകരുടെ സംഘടനയായ അണ്ണാമലൈ അൻപ് കൂട്ടത്തിലേക്ക് പുതിയ ആളുകളെയും ഓഫീസ് ജീവനക്കാരെയും ഉൾപ്പെടുത്താൻ ആരംഭിച്ചതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതുവരെ 2 സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ നിന്നും അണ്ണാമലൈ വിട്ടുനിന്നിരുന്നു. ഇതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിനിടെ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി വരാൻ പോകുന്നുവെന്നും രാഷ്ട്രീയ അസ്ഥിരതയുടെ ആക്കം കൂടി വരികയാണ് എന്നും കാർത്തി ചിദംബരം എക്സിൽ കുറിച്ചത് അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂട്ടുകയാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ബി.ജെ.പി നേതാക്കൾ ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനെ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയത്തിനെതിരെ അണ്ണാമലൈ അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞിരുന്നു. ഈ അധ്യയന വർഷം 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മേൽ ത്രിഭാഷാ നയം അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കണമെന്ന മുൻകാല തീരുമാനം പോലെ 2029-30 അധ്യയന വർഷത്തിൽ നടപ്പാക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു അണ്ണാമലൈ പറഞ്ഞത്. എന്തായാലും അണ്ണാമലൈ ബി.ജെ.പി വിടുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്.